നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പുതുവർഷ പ്രതിജ്ഞ അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. നമ്മളെല്ലാവരും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്, ആ ഒരു വർഷം മുഴുവനും അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ചിലർ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല, അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ഇത് നമ്മൾ വർഷം മുഴുവനും നടപ്പിലാക്കാനൊന്നും പോകുന്നില്ല. കുറച്ച് ദിവസം നടപ്പിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും പഴയ ആൾക്കാരല്ലേ എന്നുള്ള ഒരു നിലപാടാണ് ചില ആൾക്കാർക്കുള്ളത്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എപ്പോഴും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ ക്യാരക്ടർ കുറേ കൂടെ മോഡിഫൈ ചെയ്ത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ബിഹേവിയർ കുറേ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ജീവിതം കുറേ കൂടെ എയിമിങ് അപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ആക്ച്വലി ഈ ഒരു സെൽഫ് ഇവാലുവേഷനിലൂടെ നടത്തുന്നത്. അപ്പം നമ്മളെ ആര് ഇവാലുവേറ്റ് ചെയ്താലും നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് അവരെ പറ്റിക്കാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ തന്നെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് സെൽഫ് ഇവാലുവേഷന് വളരെയേറെ പ്രാധാന്യം ഉണ്ട് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ അവരെ തന്നെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറേ കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് മാത്രം എയിം ചെയ്തുകൊണ്ടല്ല. കൂടുതലും ആൾക്കാർ അവരുടെ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ നാട്ടിലൊരു വില ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പലരും നടത്തുന്നത്. പക്ഷെ അതിനേക്കാളുപരി അവർ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു മീനിങ്ങും പർപ്പസും ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കുറേ കൂടെ ഫുൾഫിൽഡ് ആയിട്ടും സാറ്റിസ്ഫൈഡും ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ എയിം ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട സത്യസന്ധത അല്ലെങ്കിൽ ഓണസ്റ്റി ഇൻ അവർ കോൺവെർസേഷൻ എന്നുള്ളത്. അപ്പോൾ അത് വളരെയേറെ പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ടുന്ന കാര്യമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ഒരു കൂസലുമില്ലാതെ കള്ളം പറയുന്ന ആൾക്കാരെ നമുക്ക് ധാരാളം കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സ്, നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സ്, അവരോട് നമ്മളൊരു കള്ളം പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അവരറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സ് പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെ നമ്മുടെ ഉള്ളിലൊരു ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഒരു സിനിമയിൽ ഞാൻ കേട്ടൊരു ഡയലോഗാണ്, നമ്മൾ സത്യം പറഞ്ഞില്ലെങ്കിൽ തലവേദന എപ്പോഴും നമ്മുടെ തലയിൽ തന്നെ ഉണ്ടാവും. നമ്മളെപ്പോഴാണോ സത്യം പറയുന്നത് അപ്പോൾ ആ തലവേദന നമ്മളിൽ നിന്ന് മാറി കേൾക്കുന്നവർക്ക് ആ തലവേദന പിടിപെടും എന്നുള്ളതാണ്. അപ്പോൾ സത്യം എപ്പോഴും ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്തിൻ്റെ ആസ്പെക്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഡെലിവറൻസ് ആണ് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പോലും ലോങ് ടൈം ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്കെടുക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ അൾട്ടിമേറ്റായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. അതാണ് എനിക്ക് ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഇയർ ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.